നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി കാണേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുകയില്ല. സർക്കാർ അത് കർശനമായി നിയന്ത്രിക്കുകയാണ്. ആദ്യമായി നോക്കാൻ പോകുന്നത് മസ്റ്റിംഗ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട്. ഇതുവരെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് ചെയ്യുക. മസ്റ്റിംഗ് തീയതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് ആഗസ്റ്റ് മാസമായിരുന്നു. ആഗസ്റ്റ് അവസാന മാസത്തിലായിരുന്നെങ്കിൽ സെപ്റ്റംബർ അവസാന മാസത്തിലേക്ക് ഇപ്പോൾ മസ്റ്റിംഗ് തീയതി നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും 80% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നത്. ഓരോ പഞ്ചായത്തിൽ നിന്നും 20% ആളുകൾ അങ്ങനെയാണെങ്കിൽ പുറത്താകും. അവിടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിൽ മസ്റ്റിംഗ് ചെയ്യാൻ സൗകര്യമുണ്ട്. ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ ID ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിലെയും മസ്റ്റിംഗ് ചെയ്യാത്ത മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് ചെയ്യുക. എല്ലാ പെൻഷൻ വിഭാഗം വാങ്ങുന്ന ആളുകളും, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളായാലും ശരി, വാർദ്ധക്യ പെൻഷനായാലും ശരി, കാർഷിക പെൻഷനായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായാലും ശരി, എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിർബന്ധമായും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളെയും മസ്റ്റിംഗ് ചെയ്തിട്ടും പെൻഷൻ ലിസ്റ്റിൽ പെടാത്ത കാരണം പലതും ഉണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ സ്വന്തമായി വാഹനമുള്ള ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകളെയും ഈ പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ മുഴുവനായിട്ട് 1 ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും പേര് പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും ഏകദേശം ഈ മസ്റ്റിംഗ് പൂർത്തിയാക്കി അടുത്ത മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു 30-40% ആളുകളെയും പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. നമുക്കിപ്പോഴും പെൻഷൻ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ അറിയാൻ സാധിക്കും. മൊബൈൽ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് സ്വന്തമായിട്ട് അറിയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്ന് പെൻഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അതിനുമുമ്പായി മുഴുവൻ ആളുകളും മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 2 പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ, ചില ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ 2 വട്ടം മസ്റ്റിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിവാഹത്തിനുള്ള സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.